ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ 7 കൗൺസിലർമാർ അവിടെ BJP വിടാൻ ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ള സൂചനകൾ അവർ സെപ്പറേറ്റ് യോഗം ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രശാന്ത് ശിവനെ ജില്ലാധ്യക്ഷനാക്കിയത് മാത്രമാണോ ഇപ്പോഴുള്ള ഈ പ്രശ്നത്തിന് കാരണമാകുന്നതോ നേരത്തെയുള്ള വിഭാഗീയതയുടെ ഭിന്നതയുടെ തുടർച്ചയാണോ ഇത്? നോക്കൂ, ഞാൻ BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സമയത്ത് BJPയെ കുറിച്ച് ഞാൻ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ പരിപൂർണമായി ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പൊ പാലക്കാട്ടെയും സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നും BJP പുറത്തു വരുന്നത്. തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്ന പാർട്ടിയാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി ഏകാധിപത്യപരമായി പെരുമാറുന്ന ഒരുപറ്റം ആളുകളുടെ കൈവശമാണ് ആ പാർട്ടി ഉള്ളത്. അതിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ ഏകാധിപത്യപരമാണ്, ജനാധിപത്യത്തെ മാനിക്കാത്തതാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പാലക്കാട്ടെ ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ആദ്യത്തെ 3 ആളുകളെയും പരിഗണിക്കാതെ, പാർട്ടി മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് പ്രായപരിധി പോലും നോക്കാതെ തീർത്തും ഒരു തെറ്റായ രീതിയിൽ ഒരാളെ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അത് നേരത്തെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന C. കൃഷ്ണകുമാറിന്റെ പെട്ടി തൂക്കിയായിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ നോക്കി. അതിൽ ഉള്ള പ്രതിഷേധമാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. അപ്പൊ സ്വാഭാവികം ഇതെല്ലാം ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഏറെക്കാലം ഒരു സംഘടനയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അടിച്ചമർത്തിക്കൊണ്ടും അച്ചടക്കത്തിന്റെ വാൾ കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടും ഫാസിസ്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയുടെ പിൻബലമുണ്ട് എന്ന് കരുതി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അത്തരത്തിലുള്ള ഏകാധിപത്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യയാണ്, ഇന്ന് റിപ്പബ്ലിക് ആണല്ലോ. നമുക്ക് ഭരണഘടന കിട്ടിയിട്ട് 75 വർഷം പൂർത്തിയായ സമയമാണ്. നമ്മൾ ആ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന. അല്പസമയം മുമ്പ് K. സുരേന്ദ്രന്റെ പ്രതികരണം വന്നിരുന്നു. നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് ആരായാലും അംഗീകരിച്ചേ പറ്റൂ എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രശാന്ത് ശിവൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്ന് പറയുന്നു. അപ്പോൾ ഈ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സംസ്ഥാന അധ്യക്ഷനെ കൂടി കാണാം. അപ്പോൾ ഈ 7 കൗൺസിലർമാർ അവരുടെ അടുത്ത നീക്കം എന്തായിരിക്കും? അവർ പാർട്ടി വിട്ട് പുറത്തു വരാൻ സാധ്യത എത്രത്തോളം ഉണ്ട് സന്ദീപ് വാര്യർ? എന്ത് നേതൃത്വം എടുക്കുന്ന തീരുമാനം? ഏതാണ് നേതൃത്വം? ഞാനും അപ്പനും സുഭദ്രയും അതല്ലേ നേതൃത്വം? അതിലല്ലാതെ എന്ത് നേതൃത്വം BJPയിലുള്ളത്? സുരേന്ദ്രനും കൃഷ്ണകുമാറും എടുക്കുന്നത് മുഴുവൻ അടിമക്കൂട്ടങ്ങൾ വായടച്ച് അനുസരിച്ചു കൊള്ളണം എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അതിലപ്പുറമൊന്നുമില്ല. സുരേന്ദ്രനും കൃഷ്ണകുമാറും അടങ്ങുന്ന അവരുടെ ബിസിനസ് ലോബി, അവരുടെ ബിസിനസ് താല്പര്യങ്ങൾ, ഇവരെല്ലാവരും പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ വായടച്ച് അനുസരിക്കണം. അതിന് സന്ദീപ് വാര്യർ തയ്യാറല്ലായിരുന്നു. സന്ദീപ് വാര്യർ പുറത്തേക്ക് വന്നു. അങ്ങനെ ഈ അടിമ മനോഭാവത്തോടു കൂടി നിൽക്കുന്ന ആളുകൾക്ക് അവിടെ തുടരാം. പക്ഷെ അതല്ല, ആത്മാഭിമാനം ഉള്ള ഒരാൾക്കും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഏകാധിപത്യ നടപടികളെ അംഗീകരിക്കാൻ സാധിക്കില്ല. ആത്മാഭിമാന ബോധമുള്ളവർ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തികൾക്കെതിരെ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും. അപ്പൊ അത് എത്ര കാലം അങ്ങയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും വലിയൊരു ഓപ്പറേഷൻ അവിടെ നടത്തുന്നു എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. എത്ര കൗൺസിലർമാർ ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ശ്രീ സന്ദീപ് വാര്യർ? അതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ വിശാലമായ ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോമാണ്. ജനാധിപത്യവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ പ്രഖ്യാപിക്കാൻ തയ്യാറാകുന്നവരെ, വർഗീയതയെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നവരെ കൈനീട്ടി സ്വീകരിക്കാൻ തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പൊ അത്തരത്തിലുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ഈ പറയുന്ന ആളുകൾ തയ്യാറായാൽ സ്വാഭാവികമായിട്ടും അവരെ സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് പ്രശ്നമുണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവുമായി ഇക്കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഇപ്പോൾ വിമത ശബ്ദം ഉയർത്തിയിട്ടുള്ള ആളുകളുടെ പ്രതികരണം വരട്ടെ, അവരാണ് പ്രതികരിക്കേണ്ടത്. അവർക്ക് അവർ ഏത് കാലം വരെ ഈ പ്രതികരണവുമായി മുന്നോട്ട് പോകുമെന്ന് തീർച്ചയായിട്ടും. വിമത ശബ്ദം ഉയർത്തുന്നവരെ വ്യക്തിപരമായി അങ്ങേക്ക് അറിയാവുന്ന ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് സെറ്റിൽ ചെയ്യാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്ന് കരുതുന്നുണ്ടോ അങ്ങ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമാണോ അല്ലയോ എന്നുള്ളത് BJP തീരുമാനിച്ചോട്ടെ. പക്ഷേ ഈ പറയുന്ന ആളുകൾ മുഴുവൻ എന്റെ സുഹൃത്തുക്കളാണ്, നേരത്തെ എന്റെ സഹപ്രവർത്തകരായിരുന്നു, അവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. BJP വിട്ടതിന് ശേഷവും ഇന്നും ഇന്നലെയും ഒക്കെ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സന്ദീപ് വന്ന് ഉയർത്തിയ വിഷയങ്ങൾ 100% ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുമായി സംസാരിക്കുന്നുണ്ട്. അവർ സഹായം ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധത ഞാൻ പ്രകടിപ്പിക്കും. അത് ഞാൻ കോൺഗ്രസ് നേതൃത്വവുമായി ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.